അപ്പോൾ ഇന്ന് ഡിന്നറിന് ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം മസാലയും നല്ല സോഫ്റ്റ് ഇടിയപ്പവും നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ മഷ്റൂം മസാല അടിപൊളിയായിട്ടുണ്ട്. ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു മഷ്റൂം മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച മഷ്റൂം. ഇത് ബ്രൗൺ കളറുള്ള മഷ്റൂമാണ്. ഇവിടെ ബ്രൗണും വൈറ്റും കിട്ടും. ബ്രൗൺ ആണ് കുറച്ചും കൂടെ ഹെൽത്തി. അപ്പം ഞാൻ ഇത് നന്നായിട്ട് കഴുകി ഒന്ന് ടിഷ്യൂ പേപ്പറിൽ തുടച്ചിട്ട് കട്ട് ചെയ്തുകൊണ്ട് വരാം. നന്നായിട്ട് കഴുകി ടിഷ്യൂ പേപ്പർ ഇട്ടൊക്കെ തുടച്ചിട്ട് ഇത് അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ പകുതി എടുക്കണുള്ളൂ. അത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കോസ്കോയിൽ പോയപ്പോൾ മേടിച്ചതാണ്. അപ്പം ഞാൻ പകുതി എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുവാണ്. ഈ പകുതി എടുത്താണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഏകദേശം 12 മഷ്റൂമൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇത് ഇവിടെ ഉണ്ടായ തക്കാളിയാണ്. ഇത് ഞാൻ എടുത്ത് ഫ്രീസ് ചെയ്തേക്കണെയാണ്. സമ്മറിൽ ഇവിടെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ഫ്രീസറിൽ വെക്കും. അത് കഴിഞ്ഞ് ആവശ്യാനുസരണം കുറേശ്ശെ എടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിത് ഓർഗാനിക് ഞാൻ തന്നെ ഉണ്ടാക്കിയ മണിത്തക്കാളികൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ഞാനിത് മിക്സിയിലിട്ട് അടിച്ച് ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് കുറച്ച്. അപ്പോൾ ഇത് നമ്മുടെ മഷ്റൂമിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു മീഡിയം സൈസ് സവാള കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 വെളുത്തുള്ളി, പച്ചമുളക്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില എല്ലാം ഞാൻ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മസാലകളെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനിയിപ്പോൾ നമുക്ക് കുക്കിംഗ് തുടങ്ങാം. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഇടുന്നുണ്ട്. ഞാൻ ഈ ബട്ടറിലാണ് ഉണ്ടാക്കുന്നത് ഈ മഷ്റൂം മസാല. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ മഷ്റൂമൊക്കെ ഈ മഴ പെയ്യുമ്പോഴൊക്കെ പുറത്ത് പെട്ടെന്ന് മഷ്റൂമൊക്കെ മുളച്ച് നമ്മൾ പോയി അത് ഫ്രഷ് ആയിട്ട് പറിച്ച് അങ്ങനെയാണ് നമ്മളൊക്കെ ഉണ്ടാക്കാറ് പണ്ട്. ഇപ്പം അതൊന്നും ഇല്ലല്ലോ. അതിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇപ്പം നമ്മൾ ഈ കടകളിൽ നിന്ന് ഇവരെ ഫാമിലൊക്കെ ഉണ്ടാക്കുന്ന മഷ്റൂം അല്ലേ ഇതെല്ലാം. പണ്ടത്തെ ആ ടേസ്റ്റ് ഒന്നും ഇപ്പം കിട്ടുന്നില്ല. പിന്നെ എന്തായാലും നല്ലതാണ്, ഹെൽത്തിന് നല്ലൊരു വെജിറ്റബിൾ ആണ് മഷ്റൂം. പ്രോട്ടീനൊക്കെ ഉള്ളതാണ്, നമ്മൾ കഴിക്കണം, നല്ലതാണ്. ഈ പാൻ അടുപ്പത്ത് വെച്ചു, തീ ഓൺ ചെയ്തു. ബട്ടറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ബട്ടറിൽ ഉണ്ടാക്കുന്നതിനാണ് നല്ല ടേസ്റ്റ്. മഷ്റൂം ഉണ്ടാക്കുമ്പോൾ ബട്ടറിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക പറ്റുമെങ്കിൽ. അപ്പം ബട്ടർ ഒരു പീസ് കട്ട് ചെയ്തിടുക. ഇത് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇപ്പം ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. ഞാൻ സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം ഒന്നിച്ചങ്ങ് ഇടുവാണ്. പതുക്കെ ഒന്ന് വാടി വരട്ടെ. ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ കളറായി വരണം. ഇപ്പം സവാള ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഞാൻ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുവാണ്. ഇനി അതൊന്ന് മൂത്ത് വരട്ടെ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് കൊടുക്കുവാണ്. തീ കുറച്ചിടണം. തക്കാളി പേസ്റ്റും കൂടി ഒഴിച്ചു കൊടുക്കുവാണ്. അവിടെ കിടന്ന് അത് നന്നായിട്ട് മൂത്ത് വരണം. പൊടികളൊക്കെ വന്ന് മൂത്ത് കഴിഞ്ഞു. ഇനി ഞാൻ മഷ്റൂം ഇടാൻ പോവുക. ഇളക്കി ഇങ്ങനെ എല്ലായിടത്തും നല്ല മസാലകളൊക്കെ ആയി കഴിയുമ്പം ഇത് അടച്ചു വെക്കാൻ പോവുക. ഞാനേ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. ചൂടുവെള്ളം തന്നെ ഒഴിക്കണേ.
അതങ്ങനെ ആ ചൂട് വെള്ളത്തിൽ കിടന്ന് അത് സോഫ്റ്റ് ആയിട്ട് കുക്കായി വരട്ടെ. ചെറിയൊരു ഗ്രേവി പോലെ അപ്പൊ കുക്കായിട്ട് വരും. ഒരു 6 കാഷ്യൂസ് ആണ്. ഇത് ഞാനൊന്ന് സോക്ക് ചെയ്യാൻ വെള്ളത്തിൽ ഇടുവാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ മിക്സിയിൽ ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചിട്ട് ഈ മഷ്റൂം വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ മഷ്റൂമിൻ്റെ ആ മസാലയ്ക്ക് നല്ല തിക്നെസ് ഒക്കെ വന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേവി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ അപ്പോ അല്ലെങ്കിൽ ചപ്പാത്തിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇത് കുറച്ചൊന്ന് സോക്കാവട്ടെ, എന്നിട്ട് ഞാൻ മിക്സിയിൽ കറക്കിക്കൊണ്ട് വരാം. നല്ല പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വരാം. അപ്പം നമ്മുടെ കാഷ്യൂ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. മഷ്റൂം വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഒന്ന് തുറന്നിരുന്ന് ഈ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരട്ടെ. അന്നേരം കാഷ്യൂ പേസ്റ്റ് ഒഴിക്കാം. മഷ്റൂം വെന്തു. പിന്നെ നമ്മുടെ ആ ബട്ടറിൽ ഉണ്ടാക്കിയ കാരണം നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പൊ ഈ സമയത്ത് ഞാൻ കാഷ്യൂ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇത് ഒന്ന് ഇളക്കി തിളച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കണം. എന്നാലാണ് ഈ മഷ്റൂം മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കിട്ടും. അപ്പം ഗ്രേവി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി കസൂരി മേത്തി ഇടാൻ പോവാണ്. അപ്പൊ ഇതാണ് കസൂരി മേത്തി. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുവാണ്. അപ്പൊ ഇത് കുറച്ചെടുത്ത് നമ്മൾ കൈ കൊണ്ട് തിരുമ്മി ഇതിലേക്ക് ഇടുക ചെയ്യുന്നത്. ഇങ്ങനെ കുറച്ചെടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. കഴിഞ്ഞ് അപ്പം തന്നെ അടച്ചു വെക്കുക. കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിയുമ്പം അതിൻ്റെ ഫ്ലേവറൊക്കെ താഴോട്ട് ഇറങ്ങി നമ്മുടെ മസാലയ്ക്കൊക്കെ നല്ല ടേസ്റ്റ് വരും. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാം. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് ഇളക്കി നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ മഷ്റൂം മസാല അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നമ്മുടെ അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇത് അടച്ചു വയ്ക്കും, അതിൻ്റെ ഫ്ലേവർ പുറത്തേക്ക് പോകാതിരിക്കാൻ. കുറച്ച് നേരം അവിടെ ഇരുന്ന് ഒന്ന് സെറ്റിലായി കഴിയുമ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം മസാല. അപ്പം ഇന്ന് ഡിന്നറിന് ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം മസാലയും നല്ല സോഫ്റ്റ് ഇടിയപ്പവും. Thank you for watching. See you in another video. Bye.